ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നബിയെ 23 വർഷത്തെ അങ്ങയുടെ യശോധന്യമായ ജീവിതത്തിന്റെ പ്രകാശത്തിന്റെ ധവളഗോപുരങ്ങളെ ഞങ്ങളുടെ പരിമിതമായ ഭാഷയുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഈ ആശിക്ക് പറഞ്ഞു പറയുക? പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഒരിക്കൽ കൂടി എന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കട്ടെ. അറിവ് പകരാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പകരാൻ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു സാങ്കേതിക വിദഗ്ധനല്ല, പ്രണയം പറയാൻ ഞാനൊരു കാമുകനല്ല, ഇഷ്ക് പറയാൻ ഞാനൊരു ആശുക്കുമല്ല, ഇഷ്കിനെ പറയാൻ ഞാനൊരു മഴശൂക്കുമല്ല. പിന്നെ ആരാണ് ഞാനൊരു ഹുപ്പിന്റെ അടയാളം മാത്രം. ഞാൻ സ്തുതിഗീതനങ്ങൾ കൊണ്ട് മുത്തുറസൂലിന്റെ പാതാരബന്ധങ്ങളിലോട്ട് കടന്നു ചെല്ലാണ് ആഗ്രഹിച്ച ഒരു ആശുക്ക് മാത്രം അല്ലാഹുവിന്റെ തിരുദൂതരെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. മദീനയുടെ നായകന്റെ ചാരത്തെ കൊരായിന സലാത്തോടുകൂടി ഈ സലാത്തിന്റെ സദസ്സിനെ നമുക്ക് വീണ്ടും തുടക്കം കുറിക്കാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും യാ നബി. ഇത് സലാത്തിന്റെ സദസ്സാണ്. ഇമാം ബൂസൂരിയുടെ നാവിലൂടെ വന്ന ആ ഇമാം ബൂസൂരി റഹ്മഹുള്ളാഹുവിന്റെ പ്രേമകാവ്യങ്ങളെ, പ്രേമത്തിന്റെ കാവ്യ പല്ലജങ്ങൾ കൊണ്ട് മലയാള മണ്ണിന് നടത്തിയ വെളിയങ്കോട് വീരഗാത്രൻ ബഹുമാനനായ ഉമർ ഖാദിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഉമറുൽ ഫഖീർ മുർതദി ബിജനാബികും യർജുൽ തആലൽ البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما സല്ലല്ലാഹു. ഓരോരുത്തരും സലാത്ത് ചൊല്ലണം. ഇന്നലെ പറഞ്ഞതുപോലെ തൃക്കരിപ്പൂരിലെ റബീഇന്റെ വസന്തം ഇന്ന് രാത്രി അവസാനിക്കുമ്പോ ലക്ഷക്കണക്കിന് സലാത്ത് മദീനയിലേക്ക് നൽകണം. അവിടേക്ക് തിരുമുൽക്കാഴ്ച നടത്തണം. എന്നിട്ട് ദുആ ചെയ്യണം. കണ്ണുകൾ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തെല്ലിയാത്തൊടുക്കണം. ഈ കണ്ണിനെന്ത് പറ്റിപ്പോയി? ലോകത്തിന്റെ ഏറ്റവും വലിയ ആശിക്ക് പറഞ്ഞതുപോലെ കണ്ണേ കണ്ണേ, എന്തിനാണ് കണ്ണേ നീ എങ്ങനെ കണ്ണുനീര് പൊഴിക്കുന്നത്? എന്റെ കണ്ണിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു, എന്തിനാണ് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന തിരമാലകളുടെ അപ്പുറത്ത് കിടക്കുന്ന ഇതേവരെ നീ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത നിന്റെ കാമുകനെ ഓർത്ത് എന്തിനാണ് കണ്ണേ നീ ഇങ്ങനെ കരയുന്നതെന്ന് എന്റെ കണ്ണിനോട് പലപ്പോഴും ഞാൻ ചോദിച്ചപ്പോ കവിൾത്തടത്തിലൂടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കണ്ണുനീരൊഴുകി വന്നപ്പോ എന്റെ കണ്ണിനോട് പറഞ്ഞ്, കണ്ണേ കരയല്ല കണ്ണേ. ഇതുപോലൊരു പ്രണയകാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനല്ല, ഇത് ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രണയകാവ്യമാണ്. കണ്ണേ കരയല്ല കണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണ് കരയാതിരിക്കാത്തതെന്താ? ഫമാലി ഐനൈകൈന് ഖുൽത കുഫാഹമതാ വമാലി ഖൽബികൈന് ഖുൽത സഫികഹിമി. ഫമാലി ഐനൈക, എന്റെ ഈ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോയി? ഖുൽതു, ഞാൻ എന്റെ കണ്ണുകളോട് പറഞ്ഞു, കണ്ണേ കരയാതെ കണ്ണേ. ഇതേവരെ കാണാത്ത ഒരു കാമുകനെയോട്ട്, ഒരു പ്രണയദാതാവിനോട്ടിട്ട് നീ എന്തിനാണ് കരയുന്നത്? എന്റെ കൽബിനോട് ഞാൻ പറഞ്ഞു, കൽബേ അടങ്ങ്, കൽബേ ഹൃദയമേ അടങ്ങിയിരിക്ക്. ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ തുടികൊട്ടുന്നത്? ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ സ്പന്ദിക്കുന്നത്? നിന്റെ കാമുകനെ നീ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ കണ്ണുകൊണ്ട് ഇതേവരെ കാണാതിരുന്ന, എന്നാലും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ണതുപോലെ ഇരിക്കുന്ന, സുറുമയിട്ടില്ലെങ്കിൽ പോലും സുറുമയിട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞ മാൻപേടകളുടെ ദൈനത്വങ്ങളുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്ന ലോകത്തിന്റെ റിസാലത്തിന്റെ കണ്ണിനെ അർശ
അർശ് കണ്ട കണ്ണ്, കുർസ് കണ്ട കണ്ണ്, ലൗഹ് കണ്ട കണ്ണ്, റബ്ബിന്റെ തജല്ലിയായ ദാത്തിനെ കണ്ട കണ്ണ്, ഇസ്രായിലും മിഅ്റാജിലും തുറന്നു പിടിച്ച അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട, നരകം കണ്ട, സ്വർഗം കണ്ട, സിറാത്ത് കണ്ട, മീസാൻ കണ്ട കണ്ണിന്റെ ഉടമസ്ഥനെ, ഞാനേറെ സ്നേഹിച്ച എന്റെ കൽബിന്റെ ദാമുകനെ, വഹ്മീവ വസുലീ വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ തിരുദൂതർ കടന്നു വന്നു. അനുരാഗത്തിന്റെ ചക്രവാള സീമകളിൽ നിന്ന് പറന്നുയരാ നമുക്ക്. പിന്നെ നമുക്ക് തുടങ്ങാം റബീന്റെ തലക്കെട്ടിലേക്ക്. മുത്തു റസൂൽ നിയോഗവും എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അഗതികളുടെ കണ്ണീരൊപ്പാൻ, കുടിച്ചു മൂടപ്പെട്ട സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പ്രഘോഷണം ചെയ്യാണ്, ജോലി ചെയ്യുന്നവന് വേർപ്പണങ്ങുന്നതിന് മുമ്പേ കൂലി കൊടുക്കണമെന്ന് പറയാൻ, നിരപരാധിയെ കൊല്ലരുതേ എന്ന് പറയാൻ, നിരപരാധിയെ കൊല്ലരുതേ എന്ന് പറയാൻ, അപരാധികളോട് പുറത്തു കൊടുക്കണേ എന്ന് പറയാണ്. വിശ്വമാനവീക സംസ്കാരത്തിന്റെ സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ ആമിനയുടെ ഗർഭാശയത്തിൽ രൂപാന്തരം ചെയ്ത് അങ്ങകലെ അറേബ്യയുടെ മണിമാടത്തിൽ ഒരു തിങ്കളാഴ്ച രാവ് ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഹബീബായ മുത്തിന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് നിർത്തിയെടുത്തേക്ക് ഞാൻ തുടങ്ങുകയാണ്. കവി പറയുകയാണ്, ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, നവജാത ശിശുവായി ആമിനയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ കഅബാലയത്തിന് മുന്നിൽ പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണവേ തനക്ക് സമകിരൂപൻ പമാനാക്ക കുല്ലനാ. കഅബാലയത്തിന്റെ കരിങ്കൽ വിഗ്രഹങ്ങൾ തലകുത്തി വീടുമ്പോ ആ സമയത്ത് അത്ഭുതങ്ങൾ കാണിച്ച് കിസ്റാ കൈസറിന്റെ കൊട്ടാരത്തെ കിടുകിടാ വിറച്ച് സാവാ തടാകം വറ്റി വരണ്ട്. അത്ഭുതത്തിന്റെ അകമ്പടിയോട് അല്ലാഹുവിന്റെ റസൂൽ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, മുത്തു മുസ്തഫാന്റെ കയ്യിൽ എന്തെന്നറിയോ? ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു, ശകലത്തിന് ഒരു വിളക്കുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോഴേ ആ കയ്യിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ആ കൈവെള്ളക്കുള്ളിൽ ഒരു ദിവ്യപ്രകാശം ഉണ്ടായിരുന്നു. ഏത് പ്രകാശം എന്നറിയോ? ആ കയ്യിലിരിക്കുന്ന വെളിച്ചം ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, കാലത്തിന്റെ വെളിച്ചമായിരുന്നു, അത് ലോകത്തിന്റെ ദിവ്യപ്രകാശമായിരുന്നു. ആ കയ്യിലാണ് ആയാത്തുകളുടെ അനന്തമായ അനിർവചനീയമായ ഖുർആനിന്റെ വെളിച്ചം ആ കയ്യിലുണ്ടായിരുന്നു. ആ കയ്യിലിരിക്കുന്ന വെളിച്ചം കാട്ടാളുടെ ഹൃദയത്തിലേക്ക് പകർത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിയോഗം എന്നത് കൈവെള്ളയിൽ ഒരു വെളിച്ചതുമായിട്ടാണ്. ആ വെളിച്ചത്തിൽ നിന്നാണ് പിന്നെ മറ്റുള്ളവർ ദിവ്യപ്രകാശം കൊളുത്തിയെടുത്തത്. സൽമാനുൽ ഫാരിസി കൊളുത്തിയെടുത്തത്, ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിൽ കൊളുത്തിയ വെളിച്ചം, വലീദിന്റെ ഹൃദയത്തിലേക്ക് പകർന്ന വെളിച്ചം, എല്ലാ വെളിച്ചവും ആ വെളിച്ചം മാത്രമായിരുന്നു. ഇരുണ്ടാകുന്ന പോയൊരു ലോകത്തേക്ക് വെളിച്ചവുമായി വന്നപ്പോ ആ നിയോഗം എന്തിനെന്നറിയുമോ? ഇരുണ്ടുപോയ ഒരു ലോകത്തിലേക്ക് വെളിച്ചം നൽകാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാണ് പ്രവാചകന്റെ വെളിച്ചം സ്വീകരിച്ചത്? കഅബാലയത്തിന്റെ മത്താഫിൽ ചാരി ഇരുന്നിട്ട് പരസ്യമായി ഹബീബായ നബി തങ്ങൾ
ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മുമ്പിൽ നെഞ്ചിൽ വിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് മുഹമ്മദേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീയാണോ ഞങ്ങളെ നന്നാക്കാൻ വന്നത്? നീയാണോ ഞങ്ങൾക്ക് തസ്കിയത്ത് പഠിപ്പിക്കാൻ വന്നത്? ഞങ്ങൾ ആരെന്നറിയും മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ മാറ്റാൻ നിനക്ക് കഴിയില്ല മുഹമ്മദേ. ആരാണ് ഞങ്ങളെന്നറിയുമോ? അഹിയാനെന്ന് ജുർറുഹിലാഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാനാ. ചരിത്രത്തിന്റെ ഈരടികളിൽ കാണാം, കഅബാലയത്തിന്റെ മതാബിലേക്ക് ചാരി നിന്നിട്ട് മുഹമ്മദ് ഞങ്ങൾക്ക് മദ്യനിരോധനം നടത്താനോ ഞങ്ങളോട് വ്യഭിചരിക്കരുതെന്ന് പറയാനോ ഞങ്ങൾ ആരെന്നറിയുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതയോരത്ത് കാത്തിരുന്നിട്ട് അതിലെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തി അവന്റെ തല വെട്ടിയെടുത്തിട്ട് മടിശീല കൊള്ളയെടുത്ത് ആ കൊള്ളപ്പണം കൊണ്ട് മദ്യപിച്ചിട്ട് രാത്രിയിൽ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ആനന്ദ നൃത്തം ചെയ്ത കാബാലികരാണ് ഞങ്ങൾ. ഒരാള് പാടുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നിട്ട് ഒരു വഴിപോക്കനെ പോലും അതുവഴി വന്നില്ല. അന്ന് രാത്രി മദ്യപിക്കാൻ പൈസ ഇല്ലാതെ നിരാശയോടെ ഞാൻ ഇറങ്ങുമ്പോഴാണ് എതിരെ എന്റെ പിതാവ് വരുന്നത് കണ്ടത്. അന്ന് രാത്രിയിൽ മദ്യപിക്കാൻ എന്റെ പിതാവിനെ പിടിച്ചു നിർത്തിയവന്റെ കരുത്ത് വെട്ടിയിട്ട് മടിശീലയിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി. മദ്യപിച്ച കാട്ടാളനാണടാ ഞാൻ. നീയാണോ മുഹമ്മദ് എന്നെ നീ മദ്യപിക്കരുതെന്ന് പറയാൻ വന്നതെന്ന് ധിക്കാരത്തോടെ അഹങ്കാരത്തിന്റെ ആഡൂപമായി സത്യപ്രബോധനത്തിന്റെ വെളിച്ചത്തിനെതിരെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ അറബികൾ അവരാണ് പിന്നെ ആരായി മാറിയത്? അവരാണ് പിന്നെ പറഞ്ഞത് എന്റെ വാപ്പാന്റെ തല വെട്ടിയിട്ട് ഞാൻ മദ്യപിച്ചവനാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവനാണ്. ഈ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് പോയപ്പോ അവരാണ് പിന്നെ പറഞ്ഞത്, അവരാണ് മക്കയുടെ മരുഭൂമിയിൽ ഇരുന്നിട്ട് കൈവിരലുകൾ തൊണ്ടയിലേക്കിട്ട് ഛർദ്ദിച്ചത്. എന്തു പറ്റിപ്പോയി? മറ്റു നിരോധനം ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരൽപ്പ നിമിഷം മുമ്പ് ഞാൻ മദ്യപിച്ചവനാണ്. എന്റെ ആ മദ്യം എന്റെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കളയാൻ കൈവിരലുകൾ ഇട്ടിട്ട് ഞാൻ ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തത് ആരെന്നറിയുമോ? തുക്കരിപ്പൂര് ചെറുപ്പക്കാരാ. കഞ്ചാവും ലഹരിയും ഒക്കെ നമ്മുടെ സമൂഹത്തെ പിടിക്കുമ്പോ, കഞ്ചാവ് വിറ്റും ലഹരി വിറ്റും നമ്മളെ സമ്പന്നനാകുമ്പോ 13-ാമത്തെ വയസ്സിൽ പോലും ലഹരിയുടെ മാഫിയിലേക്ക് നമ്മുടെ മക്കള് നടന്നു പോകുമ്പോ പൊന്നുമോനെ ആരെന്നറിയുമോ? ആരാ പറഞ്ഞത്? ഉപ്പാന്റെ തല വെട്ടിയിട്ട് മടിശീല കൊണ്ട് മദ്യപിച്ച ഞാൻ പിന്നെ അതേ മനുഷ്യനാണ് പറയുന്നത്, എന്റെ കൈ എന്റെ ശരീരത്തിൽ കല്ലിന്റെ ഒരു അംശം കിട്ടിയാൽ ഹബീബായ മുത്തിന്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ശഫാഅത്ത് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഛർദ്ദിക്കുന്നവരായി മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട തൃക്കരിപ്പൂര് ചെറുപ്പക്കാരാ, സലാത്ത് ചൊല്ലാൻ മാത്രമല്ല ആ പ്രകാശത്തിന്റെ വെളിച്ചം, ആ പ്രകാശത്തിന്റെ വെളിച്ചം മാത്രമല്ല, വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവേ നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ. വ്യഭിചാരത്തിന്റെ ഉടമകളായി മാറിയിരുന്നവരോട് എനിക്ക് പെണ്ണിനെ കാണുന്നെന്ന് പറയാൻ, എനിക്ക് പെണ്ണിനെ കാണുന്നെന്ന് പറയാൻ ആ ഒരു മാനസിക പരിവർത്തനത്തിലേക്ക് ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പറയാൻ ഈ സമയം അനുവദിക്കുന്നില്ല. നിർത്താലും പറഞ്ഞാലും തീരാത്ത കാലത്തിന്റെ ചരിത്രത്തിന്റെ ധവളിമയുടെ പ്രകാശമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഓരോന്നോരോ ഇതളുകൾ വിടത്തുമ്പോ ആ ദിവ്യ പ്രകാശത്തിന്റെ ചരിത്രത്തിന്റെ ശോണിമയെ എങ്ങനെയാണ് ഈ വിനീതന്റെ നാവ് കൊണ്ട് അടയാളപ്പെടുത്തുക? അടയാളപ്പെടുത്താൻ പെണ്ണിനോട് പെണ്ണിനെ ബഹുമാനിക്കണം,
ബഹുമാനിക്കണേ, പെണ്ണിനെ ബഹുമാനിക്കണേ. ദ്രുതഗതിയിൽ പാറുന്ന ഒട്ടകപ്പുറത്ത് തന്നെ ഒരു സഹാബി തന്റെ ഭാര്യയിരുത്തിയിട്ട് ഒട്ടകത്തെ സ്പീഡിൽ പായിക്കുമ്പോ മദീനത്തെ പള്ളിയുടെ വരാന്തയിലിരുന്നിട്ട് അഞ്ചശാ നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ, നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ. നിന്റെ കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ? അവള് പെണ്ണല്ല, 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 അവള് സ്ഫടികമാണ്, അവള് സ്ഫടികമാണ്, അവള് സ്ഫടികമാണ്. ആ പെണ്ണ് സ്ഫടികമാണ്. സ്ഫടികത്തെ ഉടയ്ക്കാൻ ശ്രമിക്കരുത് അന്തശ എന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് പെണ്ണിനെ കുറിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉപമ പറഞ്ഞു കൊടുത്ത ഡാവിഞ്ചി പറഞ്ഞിട്ടില്ല, വിലോവൻ പാടിയിട്ടില്ല. പെണ്ണ് സ്ഫടികമാണെന്ന് പറഞ്ഞ മുത്തലാഖ് എന്ന വിഷയം പറഞ്ഞ് ഇസ്ലാമിലെ പെണ്ണിന് നീതിയില്ലെന്ന് പറയുമ്പോ ആ പറയുന്ന ഇരുട്ടിന്റെ കാവൽക്കാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ഹബീബായ നബി എന്നറിയോ? മുത്തലാഖിന്റെ പേര് പറഞ്ഞ് 3 മാപ്പിള പെണ്ണുങ്ങളെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു സമുദായത്തിനെതിരെ ഉറഞ്ഞു കൊള്ളുമ്പോ നിങ്ങൾക്കറിയുമോ ഇരുട്ടിന്റെ കാവൽക്കാരെ ഹബീബായ നബി തങ്ങളാണെന്ന്? 23 വർഷക്കാലം ഈ ലോകത്ത് പ്രവാചകനായി ജീവിച്ച് അല്ല 63 വർഷക്കാലം ഒരു ഭർത്താവായി, ഒരു പെണ്ണിന്റെ പിതാവായി, എത്രയോ പെൺമക്കളുടെ അമ്മ, എത്രയോ പെൺമക്കള് പിതാവായി ജീവിച്ചിരുന്നിട്ട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്റെ കൈകൾ കൊണ്ട് തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരിയെ അടിച്ചിട്ടില്ല. ഇതേവരെ ജീവിച്ചിരുന്നിട്ട് തന്റെ ഭാര്യയെ, തന്റെ പെൺമക്കളെ ഒരു വിരൽ കൊണ്ടുപോലും സ്പർശിച്ചിട്ട് അടിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ ഉത്തമനായ പിതാവ്, ലോകത്തിന്റെ ഉത്തമനായ ഭർത്താവ്, സ്ത്രീത്വത്തിന്റെ മൂല്യങ്ങളെ ലോകത്തിന്റെ അത്യുന്നതയിൽ പതിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേവരെ ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല, തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ പെൺമക്കളെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരികളോട് കയത്ത് സംസാരിച്ചിട്ടില്ല. ആ ലോകത്തിന്റെ വെളിച്ചമാണ് നിയോഗത്തോട് പറഞ്ഞത്. മാർക്സ് പറയുന്നതിന് മുമ്പ്, ഏംഗൽസ് എഴുതുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ലൈബ്രറി ഇരുന്നിട്ട് കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കപ്പെടുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ, നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് പാത്രം താഴെ വീണ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ നിങ്ങൾ വേലക്കാരി അടിക്കരുത്, അവളെ നിങ്ങൾ ഭർഷിക്കരുത്, അവരോട് നിങ്ങൾ വഴക്ക് പറയരുത്. കാരണം ഗ്ലാസ് പൊട്ടിച്ചത് വേലക്കാരിയല്ല. നിങ്ങൾക്ക് അല്ലാഹു ആയുസ് നിശ്ചയിച്ചതുപോലെ ആ സ്ഫടിക പാത്രത്തിന് പടച്ചറപ്പൊരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ആയുസ് കഴിഞ്ഞു എന്നല്ലാതെ അതിന് നിന്റെ വേലക്കാരികള്, അതിന് നിന്റെ ജോലിക്കാര് നീ അടിക്കരുതേ എന്ന് ലോകത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുടക്കി പറഞ്ഞു കൊടുത്ത. ഇതുകൊണ്ടാണ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി പോയി. അവസാനം എന്റെ പ്രിയപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായപ്പോ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മയ്യത്തടക്കിയിട്ട് ആ പാവപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് ബാക്കിയാക്കി വെച്ചു പോയ ഭാര്യയുടെയും മക്കളുടെയും അടുക്കോട്ട് കടന്നു ചെന്ന് യുദ്ധക്കളത്തിലേക്ക് സലാം പറഞ്ഞു പോയ പിതാവിനെയും കാത്തിരുന്ന പിഞ്ചുമക്കളുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് കാത്തിരുന്ന പിതാവിനെ കാത്തിരുന്ന് കരഞ്ഞ് കണ്ണിക്കവിൾത്തടത്തിൽ കണ്ണുനീര് തടം കെട്ടിയ അനാഥ മക്കളെ തന്റെ പ്രിയപ്പെട്ട ജഅഫറിന്റെ അനാഥ മക്കളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ വിരലുകൾ പോലെ സമീപസ്ഥ
തരാ. ആരോടാണ് പറയുന്നത്? തന്റെ പ്രിയപ്പെട്ട ജഅഫർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായപ്പോ ഇറങ്ങിപ്പോയ പിതാവിനെ കാണാതെ പൊട്ടിക്കരന്നിരിക്കുന്ന ഭാര്യയോടും മക്കളോടും നിന്ന് ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക, ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക. ജഅഫറിന്റെ ആത്മാവ് ആകാശത്തിലൂടെ കടന്നുപോയി, സ്വർഗത്തിൽ കടന്ന് ജഅഫറിന്റെ ആത്മാവ് ആനന്ദിക്കുന്നത് ഞാൻ കണ്ടു പെണ്ണേ എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സമാശ്വസിപ്പിച്ച അനാഥകളുടെ സംരക്ഷകനെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് അതിവ്രജനീയമായ സന്തോഷമുണ്ട്. ഇന്നലെ ഈ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ തടിച്ചുകൂടിയ 10,000 ആളുകളെ സാക്ഷി നിർത്തിയിട്ട് മിനിങ്ങാന് തിരൂരില് കൊടുങ്ങിയില് കടുത്തറക്കപ്പെട്ട പാവപ്പെട്ട ഷഹീദ് ഫൈസലിന് വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലത്തെ പ്രസംഗം ഇന്ന് യൂട്യൂബിലും വാട്സപ്പിലും വൈറലായി. എത്രയോ ആളുകളാണ് എന്റെ ഫോൺ നിറച്ച മെസ്സേജാണ്, ഉസ്താദേ കൊടുങ്ങിയിലെ ഷഹീദ് ഫൈസലിനെ കുറിച്ച് വാക്കവേ നിങ്ങളുടെ പ്രസംഗം കേട്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളില്ല, അവരെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകുടുംബമില്ല. പിതാവിനെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന മക്കൾക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ നിങ്ങളുടെ പ്രഭാഷണം അവർക്കൊരാശ്വാസമായി, ദുഃഖിക്കുന്ന കൊടിഞ്ഞക്കാർക്ക് ആശ്വാസമായി. ആരാണ് മുസ്ലിം എന്നറിയുമോ? ആരാണ് പ്രവാചകൻ എന്നറിയുമോ? തിരൂരിലെ കൊടിഞ്ഞി മഹല്ലിനെ ഞാൻ ആദരിക്കുകയാണ്. ഈ 10,000 സദസ്സ്, അവിടുത്തെ കുറെ ചെറുപ്പക്കാരുടെ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ ഈ അടുത്ത സമയത്ത് വന്നിരുന്നു. 99% മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമിന് 2 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് ഇരുട്ടിൽ പതിയിരുന്നിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടും 99% മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്ന കൊടിഞ്ഞിയിൽ ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടില്ല, ഒരു വീടിന് കല്ലെറിഞ്ഞില്ല, ഒരു വ്യാപാര സ്ഥാപനം തകർക്കപ്പെട്ടില്ല. 99% മുസ്ലിമീങ്ങൾ. ഇരുട്ടിന്റെ കാവൽക്കാരെ കേട്ടുകൊള്ളുക, തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പകരം വീട്ടാൻ സന്ദർഭമുള്ളത് കൊണ്ടല്ല. ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. വിശ്വാസിയെ കൊല്ലാൻ, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തതിന്റെ പേരിൽ ഒരു ഹിന്ദു സമൂഹത്തെ നിങ്ങൾ തിരിച്ചു പ്രത്യാക്രമിക്കരുത്. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇറങ്ങിപ്പോയ തന്റെ ഭാര്യാപിതാവിനെ കൂട്ടാൻ രാവിലെ ഇറങ്ങിപ്പോയ ഷഹീദ് ഫൈസൽ അറിയുമോ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ഷഹീദ് ഫൈസലെ തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പാതിരാ സമയത്ത് തനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിപ്പോയ ഫൈസൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന തെമ്മാടികളുടെ കത്തിക്കിരയാകുമ്പോ തന്റെ മുമ്പിലേക്ക് വന്നു കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട തനിക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് കിടന്ന് പൊട്ടിക്കരയുമ്പോ പറയാ നമുക്ക് ഷഹീദ് ഫൈസലിന്റെ ഭാര്യയോട് ഇല്ല, ഷഹീദ് ഫൈസലിന്റെ ആത്മാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വർഗം അന്വേഷിച്ചുകൊണ്ട് പാറിപ്പറന്ന് നടക്കുകയാണ്. 9, 8, 3 വയസ്സുള്ള ആ പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ പൊന്നു പെൺമക്കളോട് നമുക്ക് പറയാം, ഇല്ല മക്കളെ, ഇല്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൗഹുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൈഹാനുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ജീവിതത്തിന്റെ സ്വർഗമുള്ളത്. നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടില്ല, ഷഹീദ് ഫൈസൽ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ താഴ്ത്തപ്പെട്ട പച്ചക്കുപ്പയുടെ മുകളിൽ പച്ചപ്പക്ഷികളുടെ ഹൃദയ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുകളായി അല്ലാഹുവിന്റെ അർശിന്റെ സ്വർഗലോകത്തോട് ഷഹീദ് ഫൈസൽ പാറിപ്പറന്ന് നടക്കുകയാ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലാഹുവിൽ വിശ്വസിച്ചതോ അവൻ ഇഷ്ടപ്പെട്ട മതം പൂകിയതോ? എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്ന് ആ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മ മീനാക്ഷി കൂടപ്പറപ്പിന് മുത്തം കൊടുത്ത് കബറിലോട്ടെടുത്ത് വെച്ച പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ 2 ഹൈന്ദവ സഹോദരിമാർ കൊടിഞ്ഞി ഒരു മഹല്ലായി, കൊടിഞ്ഞി മഹല്ല് മാതൃക കാണിച്ചു. ഷഹീദ് ഫൈസലിന്റെ മയ്യത്തടക്കിയപ്പോ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തു ഷഹീദ് ഫൈസലിന്റെ കുടുംബത്തെ. ആ നാട്ടിലെ സുമനസ്സുകൾ പറഞ്ഞു,
ഷഹീദ് ഫൈസലിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ മക്കളാ. ഷഹീദ് ഫൈസലിന്റെ ഭാര്യ അത് ഞങ്ങളുടെ ഭാര്യമാരെ പോറ്റുന്നത് പോലെ പോറ്റപ്പെടേണ്ടവളാ. കൊടിഞ്ഞി നാടിന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. 99% മുസ്ലിമീങ്ങളെ താമസിച്ചിട്ടും ഒരു കരിയില പോലും അനങ്ങാട് മഹല്ല് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിന് പറഞ്ഞു, സമാധാനം തകർക്കപ്പെടരുത്. ഇതെവിടെ നിന്ന് പഠിച്ച പ്രകാശമാണെന്നറിയോ? ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്ന, ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്നെന്നറിയോ? തന്നെ കൊല്ലാമേട് കൈവാലയത്തിന്റെ പുറകില് കാത്തു നിന്നവനോട് വാള് പൊക്കിയിട്ട് തന്നെ മുമ്പിലേക്ക് വരുമ്പോ, കരുത്ത് വെട്ടാൻ വരുമ്പോ, ആ വെട്ടുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ അറിയാതെ വിരലിൽ നിന്ന് കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ തന്നെ കൊല്ലാമെന്നവൻ പേടിച്ചു പറച്ചു വാളും കയ്യിലിട്ട് നിൽക്കുകയാ. സഹാബത്ത് മറുഭാഗത്ത് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ പാതിരാ സമയത്ത് ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവനെ, ഷഹീദ് ഫൈസലിന്റെ രക്തമെടുത്തവന് കേട്ടുകൊള്ളുക. ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരമാണിത്. ഇത് റബീന്റെ പാതയാണിത്. ഇത് മദീനത്തിന്റെ വഴിത്താരയാണിത്. പാതിരാ സമയത്ത് തന്നെ ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവന് തന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈവറച്ച് വാളുതാടെ വീണപ്പോ ഇനി താൻ പെട്ടത് തന്നെ മുഹമ്മദിന്റെ അനുയായികളെ തന്റെ കരുത്തു വെട്ടുമെന്നുറപ്പായി. പേടിച്ചരണ്ട് നിന്ന തന്റെ എതിരാളിയോട് ഇരുട്ടിന്റെ മറവ് പറ്റി തന്റെ കരുത്തു വെട്ടാമെന്നവനോട് പെട്ടെന്ന് പറഞ്ഞു, അത്രേ ആരും നിന്നെ കണ്ടിട്ടില്ല മോനെ, എന്റെ അനുയായികള് കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ. എന്റെ അനുയായികൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഉമർ കണ്ടാല് വെറുതെ വിടില്ല, ഖാലിദ് കണ്ടാല് വെറുതെ വിടില്ല. അത് നിന്റെ തല വെട്ടിക്കളയും മോനെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ ആ ലോകത്തിന്റെ സത്യത്തിന്റെ വാക്ക് കേട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് വീണ് അസ്ലംതു ബൈന യദയിൽ മുസ്തഫ, എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം മതം സ്വീകരിച്ച ഒരു അനുയായിയുടെ കഥയാണ് പറയാനുള്ളതെങ്കിൽ കൊടിഞ്ഞിയിലെ ഷഹീദ് ഫൈസൽ മരണപ്പെട്ടതിന് ശേഷം നടന്നത് അത് മുത്തു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ പാതയാണ്. ഇൻഷാ അല്ലാഹ് തൃക്കരിപ്പൂരെ ഈ സദസ്സിൽ ഞാൻ പറയുന്നു, ഷഹീദ് ഫൈസൽ അവസാനം ബാക്കി വെച്ചൊരാഗ്രഹമുണ്ട്. അത് മാത്രം പൂർത്തിയാക്കാതെ ഫൈസൽ യാത്രയായി. എല്ലാവരോടും പറയുമായിരുന്നു, അത്രേ എനിക്കൊന്ന് ഉമ്പയ്യണം, എനിക്ക് എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് നിന്നൊന്ന് സലാം പറയണം, എനിക്ക് ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കണം. ഷഹീദ് ഫൈസൽ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാൻ എന്ന മണ്ണിന്റെ ഉള്ളിലിരുന്ന് നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്ക് നീ കേൾക്കുന്നുണ്ട്. കാരണം നീ മരിച്ചിട്ടില്ല ഫൈസലേ. വലാ തഖ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ അവര് മരിച്ചിട്ടില്ല, അവര് മണ്ണോട് ചേർന്നിട്ടില്ല. അങ്ങനെ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിന്റെ മണ്ണിന്റെ അടിയിലിരുന്ന് സ്വർഗത്തിന്റെ മാലാഖമാരുടെ താരാട്ട് കേട്ട് ഫൈസലേ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ മദീനയുടെ പച്ചക്കുപ്പയിൽ പോയി സലാം പറയണമെന്നുള്ള നിന്റെ ആഗ്രഹം ബാക്കി വെച്ച് നീ മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ആ നിന്റെ ആഗ്രഹം നിനക്ക് വേണ്ടി ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ സ്വലാത്ത് മരണപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ മോഹത്തിന്റെ പൂർത്തീകരണമാക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഷഹീദ് ഫൈസലിന്റെ ആത്മാവിന് വേണ്ടി ഈ തൃക്കരിപ്പൂര് റബീ പ്രഭാഷണത്തിന് വന്ന 10,000 ദുആ ചെയ്യുന്ന സലാം ചൊല്ലുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ഇത് നമ്മുടെ സഹോദരന് വേണ്ടി ഹംസയെ പോലെ ഉഹദ് രണാങ്കണത്തിൽ കുടൽമാലകൾ ചിതറി വറിച്ചപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിന് കാരണക്കാരനായ വഹ്ശി കൊന്നൊടുക്കിയ ഹംസയെ പോലെ കാലഘട്ടത്തിന്റെ ഹംസമാര് മരിച്ചിട്ടില്ല. കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും ഹംസമാരുണ്ടാകും. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ശഹീദുകളെ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ആരെതിർത്താലും ആര് കൊല ചെയ്താലും ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രഭയെ ഊതികെടുത്താൻ കഴിയില്ല. ഒരു പൈസലിനെ നിങ്ങൾ കൊന്നൊടുക്കിയാൽ അതിൽ നിന്ന് 1000 പൈസലുമാര് ജനിച്ചു വരുമെന്ന്. ആ ഒരു മതത്തിന്റെ പുറകിൽ ഇനി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നിനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇതൊരു ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്തുനിന്ന് പോയി സലാം പറയണമെന്ന് ചെറുപ്പക്കാരന് ആഗ്രഹമുണ്ടായിരുന്നത്രേ. അല്ലാഹുവേ, ഞങ്ങൾക്കും കൊതിയുണ്ട്, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വിഷയം നിൽക്കാത്തൊരു പ്രവാഹം പോലെ ഇങ്ങനെ പോവാൻ, ഇങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് വഫാത്ത് പറയണം, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയും പറയണം. ഞാനാണെങ്കിലോ വേറൊരു അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പകൽ ഉറങ്ങാൻ എന്നെ ആരും സമ്മതിച്ചിട്ടില്ല. ഞാൻ തങ്ങളോട് വലിയ പരാതിയും പരിഭവവും പറഞ്ഞു. ഞാനിനി ഹംസാജിയും വന്നു, ഞാനിനി കാസർഗോഡ് വരൂല്ല, പകൽ ആരും ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ തങ്ങളോട് ചെറിയ സൗഹൃദത്തിന്റെ ഒരു പരിഭവം. പരാതിയല്ല, പരാതിയാണെങ്കിൽ അനിഷ്ടമാണ്, പരിഭവമാണെങ്കിൽ സൗഹൃദമാണ്. എന്നിട്ട് ഞാൻ വളരെ ക്ഷീണിതനായിട്ടാണ് സദസ്സിൽ. പകൽ ഉറങ്ങിയില്ലെങ്കിൽ പറ്റൂല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പകല് വിശ്രമിച്ചില്ലെങ്കിൽ രാത്രി ഒരു പക്ഷെ ഇവിടെ വന്നപ്പോ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്ത് മുടങ്ങിയപ്പോ അവശത മറന്നു, വിവശത മറന്നു. പിന്നെ അവശത മാറി ഷഹീദ് വയസ്സിൽ ഊർജ്ജമായി. ഇനി മുത്തിന്റെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത തലങ്ങൾ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നീ ഹുബ്ബ് നിറക്കണേ അല്ലാഹ്, നീ ഞങ്ങളുടെ മനസ്സിൽ ഹുബ്ബ് നിറക്കണേ അല്ലാഹ്. ധാരാളം റബീന്റെ പ്രഭാഷണം ഞാൻ നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന സാമ്രാജ്യത്തിന്റെ ദുശക്തികളോട് ഇല്ല ഇല്ല നിങ്ങൾ വിജയിക്കില്ല എന്ന് പറയാൻ പ്രവചിക്കാനാണ് മുത്തറസൂലിന്റെ നിയോഗമുണ്ടായത്. അത് മാത്രം പറഞ്ഞ് പിന്നെ ഞാൻ വിയോഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ലോകം അറിയേണ്ട ഒരു കാര്യം, സാമ്രാജ്യത്വം നമുക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധികാരത്തിൽ വന്നപ്പോ മുസ്ലിമീങ്ങളെ ഞാൻ ഉന്മൂലനാശം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് വരണം, ട്രംപ് വന്നേ പറ്റൂ. അമേരിക്കയിൽ ട്രംപ് ജയിച്ചേ പറ്റൂ, ഹിലാരി ക്ലിന്റൺ ജയിക്കരുത്. കാരണം മുത്തുറസൂല് പറഞ്ഞിടത്തേക്ക് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ മനുഷ്യ പിശാച് ലോക പോലീസിന്റെ തലവനാകണം. എല്ലാവരും ചേർന്ന് മുസ്ലിം ലോകത്തിനെ ആക്രമിക്കും. മുസ്ലിം ലോകം ഭയാനകരമായ അപകടാവസ്ഥയിലേക്ക് മുസ്ലിം ലോകം കടന്നുപോകും. അറബ് രാഷ്ട്രങ്ങൾ വിറങ്ങലിച്ചു നിൽക്കും. ഇന്ത്യ രാജ്യവും അതിന്റെ ഭാഗത്തേക്ക് നീങ്ങും. ഇതേക സിവിൽ കോഡും മുത്തലാഖുമൊക്കെ അതിന്റെ അടയാളങ്ങളും കാർമേഘങ്ങളുമാണ്. നിങ്ങൾ വെറുതെ ചിരിക്കണ്ട, ഇതൊരു ചെറിയ കാര്യമല്ല. ഏക സിവിൽ കോഡ് എന്നെങ്കിലും ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ചതുപോലെ വന്ന പ്രഖ്യാപനമല്ല. ഇത് എത്രയോ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഉപജാപകശാലകളിലെ കൂട്ടിക്കുറയ്ക്കലുകളെ ഉള്ളിൽ വന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയാണിത്. അതുകൊണ്ടാണ് ജീവൻ കൊടുത്തും നമ്മളിതിനെ പ്രതിരോധിച്ചത്. അള്ളാഹു നമുക്കതിന് ഊർജം നൽകുമാറാകട്ടെ. പക്ഷേ ഇരുട്ടിന്റെ കാവൽക്കാരെ, ഏക സിവിൽ കോഡ്, മുത്തലാഖ്, ഇതൊക്കെ ഇതിന്റെ പുറകിൽ ട്രംപ് ജയിച്ചേ പറ്റൂ. എന്നാലേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിടത്തേക്ക് ലോകത്തിന്റെ ക്രമീകരണം എത്തൂ. നമുക്ക് ട്രംപ് ജയിച്ചാൽ നമുക്കെന്താ, ട്രംപ് ജയിച്ചാൽ നമുക്കിപ്പോ എന്താ, റമ്മ് നിരോധിച്ചാൽ നമുക്കിപ്പോ എന്താ, നമുക്കതൊരു വിഷയമല്ല. കാരണം നമ്മൾ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല. ഇന്നലകളെ ഇന്നുമായി കൂട്ടി നാളകളെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ച ഒരു സമുദായത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. നമുക്ക് ഇന്നലകളെ ഓർത്ത് കുണ്ഠിതമില്ല, ഇന്നുകളെ ഓർത്ത് നമുക്ക് വേവലാതിയുമില്ല. നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. നമുക്കെന്ത് വേവലാതി? പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റൂല. നാഗാലാൻഡ് നടപ്പാക്കാൻ പറ്റൂ ഏക സിവിൽ കോഡ്? സിക്കിമിൽ നടപ്പാക്കാൻ പറ്റൂ? ആസാമിൽ നടപ്പാക്കാൻ പറ്റൂ? മണിപ്പൂരിൽ നടപ്പാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊക്കെ ഭരണഘടനാപരമായ ധാരാളം തടസ്സങ്ങളുണ്ട്. ഇന്ത്യ മുഴുവനും ഒരു സിവിൽ കോഡ് എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അതിന് പ്രായോഗികതയില്ല. അത് നോട്ട് നിരോധിച്ചത് മാതിരിയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ അതുകൊണ്ട് എനിക്കിന്ന് വഫാത്ത് പറയണം. അതിന്റെ കൂടെ തന്നെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണമൊക്കെ കയ്യുമ്മേ മേടിക്കണം. സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാള് പറയൂല. നിങ്ങളൊരു ഇത്തിരി പിശുക്കുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ ചൂടുവെള്ളം, ഈ മധുരമുള്ള വെള്ളം വേണ്ട. മധുരം കുടിച്ചാൽ പിന്നെ തൊണ്ട ഉണങ്ങുള്ളൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോവുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ സംഭവം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സാമ്രാജ്യത്വ ശക്തികളെ, ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും കണക്കുകൂട്ടലുകളിൽ ഇസ്ലാമിനെതിരെ ഉറഞ്ഞുകൊള്ളുന്നവരെ ഇല്ല ബദൽ ഇസ്ലാമു ഗരീബാ, ആരും സഹായിക്കാനില്ലാതെ ഏകപട്ടാളമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് ഒരു ഹുബ്ബ് റസൂൽ എന്ന് പറയുമ്പോൾ ഹുബ്ബൊക്കെ എല്ലാവരും പറയും. ഞാൻ ഈ സമകാലീന ലോകവുമായി ബന്ധപ്പെടുത്തി ആ നിയോഗത്തിലെ ഉത്തറസൂൽ നിയോഗം, അത് കഴിഞ്ഞിട്ട് നിയോഗം പറയാം. ആ നിയോഗത്തിലെ അത്ഭുതകരമായ ഒരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലൊട്ട് സമാപന ഭാഗത്തേക്ക് കടക്കാൻ അവസാനം മാണിയൊരു ഉസ്താദ് വരും. അള്ളാഹു നമുക്ക് നമ്മുടെ ഇന്നത്തെ സദസ്സ് അള്ളാഹു ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സായി തരട്ടെ. നമ്മളിത് മാത്രം പറഞ്ഞാൽ പോരാ, കാലഘട്ടങ്ങളോട് സംവദിക്കാൻ നമുക്ക് തയ്യാറാവണം. അൽഹംദുലില്ലാ, ഇന്നലെയും ഇന്നുമായി 10 പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. വളരെ താല്പര്യത്തോടെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ ക്രിയാത്മകമായ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ കണ്ടെറിഞ്ഞ കുറെ കർമ്മ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാനിതിന്റെ സംഘാടകരെ, കാലത്തിന്റെ ഒരു ഒഴുക്ക് മനസ്സിലാക്കിയ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അള്ളാഹു ഈ പദ്ധതികളെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ പറഞ്ഞമാരാ പോത്രം പോരാ, പദ്ധതി വിജയിക്കണേ കാശും കൂടെ വേണം. ആമീന് മാത്രം ഇത് ഒതുങ്ങൂല. പദ്ധതി വിജയിക്കണേ കായും കൂടെ വേണം. നിങ്ങൾ സഹകരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അവനവനുള്ളത് കൊണ്ട് ഇതുണ്ടായേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഒരു ജെംസ് ഇംഗ്ലീഷ് സ്കൂൾ ആയതുകൊണ്ട് പടച്ചോനെ കൊടുത്താൽ പിന്നെ ആഖിറത്തേക്ക് കിട്ടുമോ ഒരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഇതിന് കൊടുക്കുമ്പോഴാണ്. കാരണം ഇതൊരു കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവ ആവിഷ്കാരത്തിന്റെ ഒരു കർമ്മഭൂമിയാണിത്. ഇത് പഠിപ്പിക്കണം നമ്മൾ. നമ്മുടെ സ്കൂളുകൾ ആത്മീയമായൊരു സാഹചര്യം ഉണ്ടാവും. മുസ്ലിം സമുദായത്തിന് പറ്റിപ്പോയ ആഡിറ്റോറിയം നിർമ്മിക്കാൻ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ വലിയ താല്പര്യം ഒരു മഹല്ല് കമ്മിറ്റി ആ മഹല്ലിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ കാണിക്കും. ഞാൻ ആവശ്യപ്പെടുന്നത്, ധാരാളം മഹല്ല് പ്രതിനിധികളുണ്ട്, ഒരു ആഡിറ്റോറിയം ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് ആ മഹല്ലിൽ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ നിർമ്മിക്കാനാണ് മഹല്ല് കമ്മിറ്റി മുൻകൈയെടുക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ഒരു സ്കൂൾ ഒരു സംസ്കാരത്തിന്റെ പാഠശാലയാണ്. ആ സ്കൂളിൽ നിന്നാണ് സംസ്കാരം പഠിക്കുക. പണ്ട് CHന്റെ അടുക്കൽ മഹാനായ CH അദ്ദേഹത്തിന്റെ മുമ്പിൽ മഹല്ലിൽ ഒരു സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ട് കുറെ മഹല്ല് പ്രതിനിധികൾ പോയി. CHനെ പോയി കണ്ടപ്പോ CH അവരോട് പറഞ്ഞു, സ്കൂളുകളെല്ലാം അനുവദിക്കപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനി തരാൻ നിവർത്തിയില്ല, നിങ്ങളുടെ മഹല്ലിന്റെ കീഴിൽ ഒരു സ്കൂൾ തരാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു മഹാനായ CH. അപ്പോ ഇവര് CHന്റെ റൂമിന് വെളിയിൽ ഇറങ്ങിയിരുന്നിട്ട് മാറി നിന്നിട്ട് മഹാനായ CHനെ നല്ല പച്ച തെറി വിളിച്ചു, നല്ല സ്ഫുടമായ ഭാഷയിൽ. അവരുടെ വളരെ സംസ്കൃതമായ വളരെ സ്ഫുടമായ ഭാഷയിൽ സ്കൂൾ അനുവദിക്കാത്ത CHനെ നല്ല ഭാഷയിൽ തെറി വിളിച്ചു. ഇവരുടെ ഈ നല്ല ഭാഷയിലെ ആലങ്കാരിക വർസനം അവരുടെ തെറി കേട്ട CH PAയോട് പറഞ്ഞ് അവരെ വിളിക്കാൻ പറഞ്ഞു.
അവരെ വിളിച്ചകത്ത് കയറ്റിയിട്ട് CH പറഞ്ഞു, ഞാൻ നേരത്തെ കൊടുത്തൊരു സ്കൂൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ മഹലിൽ നിങ്ങൾക്ക് ഞാനൊരു സ്കൂൾ അനുവദിച്ചിരിക്കും. അപ്പൊ തന്നെ ഒപ്പിട്ടു. അപ്പൊ അവര് മെല്ലെ ഞെളിഞ്ഞിട്ട് വാതലിന്റെ പുറകെ വീണ്ടും പറഞ്ഞു, കണ്ടോ അയാൾ പറയേണ്ടത് പറഞ്ഞപ്പോ കേൾക്കേണ്ടത് കേട്ടപ്പോ അയാൾ സ്കൂള് തന്നു. അപ്പോ CH വീണ്ടും അവരെ വിളിച്ചിട്ട് CH അവരോട് പറഞ്ഞു, പത്രേ അതാണ് CHന്റെ പ്രത്യേകത, നിങ്ങൾ പറയുന്നത് കേട്ട് പേടിച്ചിട്ടല്ലേ ഞാൻ സ്കൂള് തന്നത്. നിങ്ങൾ ആ മഹല്ലിലെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ, നിങ്ങളുടെ ഭാഷയുടെ സംസ്കാരം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ മഹല്ലിൽ എത്ര ആൾക്ക് വിവരമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ മഹല്ലിലാണ് സ്കൂള് തരേണ്ടത്. CH പറഞ്ഞ വാക്കാണ്. അവിടുത്തെ മഹല്ലിലെ സെക്രട്ടറിക്കും പ്രസിഡന്റും ഇത്രത്തോളം സംസ്കാരം ഉണ്ടെങ്കിൽ ആ മഹല്ലുകാരുടെ സംസ്കാരം എന്തായിരിക്കും? അപ്പൊ അവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കാണ് ഒരു സ്കൂൾ തരേണ്ടത് എന്ന് പറഞ്ഞ CHന്റെ ഒരു കഥ ഓർക്കുകയാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ ഭാഷ, ഒരു നാടിന്റെ സംസ്കാരം, ഇതൊക്കെ അവർ പഠിക്കുന്ന പാഠശാലകളിൽ നിന്നുണ്ടാകുന്നത്. അവിടെ നിന്നാണ് ഉണ്ടാവുക. അവിടെ നിന്നാണ് അക്ഷരത്തിന്റെ തെളിച്ചമുണ്ടാവുക. അവിടെ നിന്നാണ് അക്ഷരത്തിന്റെ വെളിച്ചമുണ്ടാവുക. ഇപ്പോ ഹുദവി നല്ല സുന്ദരമായി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ്? ഞാൻ പഠിച്ച കോളേജിലല്ല അദ്ദേഹം ഞാൻ പഠിച്ച ദറസിലല്ല അദ്ദേഹം പഠിച്ചുകൊണ്ടാണ്. അത് ദാറുൽ ഹുദയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ തെളിച്ചമാണ്. ബഹുമാനനായ സിൻസാറുൽ ഹഖ് ഹുദവി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, വിവാദങ്ങളിലൊന്നും തളരാത്ത മനസ്സ് കൊടുക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച എന്റെ വീട്ടിലായിരുന്നു. ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്നു തിരുവനന്തപുരത്ത് ഞാൻ സംഘാടകനായ ഒരു പരിപാടിക്ക് വരുമ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നു സിൻസാറുൽ ഹഖ് ഹുദവി, നമ്മുടെ അബുവൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹുദവിയോട് ഞാൻ പറഞ്ഞു, തളരരുത്, ഒന്നിനും മറുപടി കൊടുക്കുകയും ചെയ്യരുത്. ഞാനങ്ങനെയാണ്. എന്ത് വിവാദം എന്നെ ട്രോൾ ചെയ്തുപോലെ ആരാ ട്രോൾ ചെയ്തിട്ടുള്ളത്? എന്തിനാ മറുപടി? ഞാൻ മറുപടി കൊടുക്കാറില്ല. എന്തുകൊണ്ട്? ആ പറഞ്ഞത് എന്നെ കുറിച്ചല്ല. വലക്കത് അമുറു അലല്ല ഈമിയ സുബുനി ഫമലൈതു സമ്മത ഖുൽതു ലാ യനീനി. അതാണ് എപ്പോഴും ഒരു പൊതുപ്രവർത്തന അഭികാമ്യം. ഞാൻ ഹുദവിയോട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ലാളിത്യത്തിന്റെ ഒരു നല്ല സൗഹൃദത്തിന്റെ മുഖമാണ് അദ്ദേഹം. ഒരു ദിവസം എന്റെ വീട്ടിൽ എന്റെ അതിഥിയായിട്ടുണ്ടായിരുന്നു. എന്റെ ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നോട് ഇനി വന്നാൽ നിങ്ങളുടെ വീട്ടിലെ താമസിക്കുന്നുള്ളൂ, നല്ല ഭക്ഷണമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതിരി മേശപ്പുറം നിറച്ചില്ല, ഇല്ല JCBയുടെ ടയറിന്റെ വലിപ്പമുള്ള പത്തിരിയും, പിന്നെ അത് മടക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ദാഖിലും ബാത്തിലും ഒക്കെ ഓരോന്ന് നിറച്ചു വെച്ചിട്ട് ഈ മനുഷ്യന്റെ അമ്മാതിരിയല്ല. എന്നാൽ ഞാൻ തങ്ങളുടെ വീട്ടിൽ പോയി, തങ്ങളുടെ വീടിനെ കുറിച്ചല്ല കേട്ടോ, നല്ല സുന്ദരമായ പലഹാരം മോളുണ്ടാക്കി തന്നു. ലക്ഷദ്വീപിലൊരു പലഹാരമുണ്ട്, കലാഞ്ചി. ഞാനൊരു 6-8 വർഷം മുമ്പ് ലക്ഷദ്വീപിൽ പോയതാണ്. പിന്നെ ഇന്നാണ് ആ പലഹാരം കിട്ടി. അള്ളാഹു കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കട്ടെ, മക്കൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മളെ അല്ല എന്ന് കരുതുക. കാരണം ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷേപം കേൾക്കണം. ഞാൻ മുത്തു റസൂലിന്റെ ഒരു സംഭവം പറയാണ്. ആദ്യം കേട്ടാലും പിന്നീട് ജയം നമുക്കാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തിനാണ്? നമ്മൾ ചില സമയത്ത് പച്ച പൊട്ടമാവും. കമറുദ്ദീൻ സാഹിബൊക്കെ പോയ രാഷ്ട്രീയക്കാര് നേതാക്കന്മാരും ഒക്കെ കേട്ട് ചില മഹല്ല് പ്രസിഡന്റ് ആയാലും ചില സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? പച്ച പൊട്ടനാവും. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. കാട്ടിൽ മത്സരം നടന്നു. കൊമ്പില്ലാത്ത മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് ആദ്യം അത് കയറിയെടുക്കുന്ന ആൾക്ക് ആ കിരീടം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കാട്ടിൽ മത്സരം നടന്നു. പുള്ളിപ്പുലിയും അണ്ണാനും ചെങ്കീരിയും ഉടുമ്പും ഒക്കെ കൊമ്പില്ലാത്ത മരത്തിൽ പാഞ്ഞു കയറാൻ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട് താഴെ വീണു. എന്നാൽ പുള്ളിപ്പുലിയും കുരങ്ങും ഒക്കെ എപ്പോഴും അതിന്റെ കൊമ്പിലൂടെ ഓടി നടക്കുന്ന ജീവികളാണ് താനും. എല്ലാരും പരാജയപ്പെട്ടപ്പോ അവിടെ ഒരു കൊച്ചു തവളയുണ്ടായിരുന്നു. തവള നേരെ ഓടിപ്പോയി ആ മരത്തിന്റെ മുകളിലോട്ട് പാഞ്ഞു കയറി. ചുറ്റുഭാഗത്ത് നിന്ന് ജന്തുക്കൾ മുഴുവനും കൂകി വിളിച്ച് പരിഹസിച്ചു. പുള്ളിപ്പുലി കയറാത്തടുത്ത് കൊച്ചു തവള കയറാനോ? തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തവള മരത്തുമേ കയറി അവസാനം ഇതതിന്റെ മുകളിൽ കയറി കിരീടമെടുത്തിട്ട് താഴെ വന്നു നമ്മുടെ കൊച്ചു തവള. ബാക്കിയുള്ളവരെ കൂക്കിവിളിയോ പരിഹാസമോ ഒന്നും തവള ശ്രദ്ധിച്ചില്ല. അവസാനം സമ്മാനം കൊടുക്കാൻ നേരത്ത് മൃഗരാജാവായ, ഫോർ എക്സാമ്പിൾ, അത്ര ഉള്ളൂട്ടോ, ഇതൊരു സാങ്കല്പിക കഥയാണ്. ഇനിയിപ്പോ ഇത് തിർമിദിയിലോ ബുഖാരിയിലോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് റവാഹു തിർമിദിയോ റവാഹുൽ ബുഖാരിയോ ഒന്നുമല്ല. സമ്മാനം കൊടുക്കവേ ഞാൻ എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഒത്തിരി പേര് ഉസ്താദെ ട്രോളിനൊക്കെ ഒന്നൊരു മറുപടി കൊടുക്കും. ഇതാ മറുപടി. ആ സമയത്ത് രാജാവ് ചോദിച്ചു തവളയോട്, ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രയും പേര് കൂക്കി വിളിച്ചിട്ടും പരിഹസിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നീ എങ്ങനെ മുകളിൽ കയറി കിരീടം എടുത്തു എന്ന്. അപ്പോഴും രാജാവ് ചോദിച്ചപ്പോ തവള ഒന്നും മിണ്ടാതെ രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു. അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്.
അവൻ പൊട്ടനായതുകൊണ്ടാണ് ചുറ്റുഭാഗത്തു നിന്നുള്ള പരിഹാസങ്ങളും കൂക്കുവിളിയും തവള കേൾക്കാതിരുന്നത്. അത് കേട്ടിരുന്നെങ്കിൽ തവള പാതിവടിയിൽ ബലഹീനനായി താഴെ വീണേനെ. അതുകൊണ്ടാണ് തവളയ്ക്ക് മേപ്പോട്ട് കയറാൻ കഴിയുന്നത്. ചുറ്റുഭാഗത്തുള്ള കൂക്കുവിളികളും പരിഹാസങ്ങളും അപഹാസങ്ങളും കേൾക്കാതെന്നാൽ നമുക്ക് ഉയരത്തിലേക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊട്ടനാവുക, അപ്പോൾ ഉച്ചത്തിലെത്താൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ഇതിനൊക്കെ മറുപടിയായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ പരിഹാസങ്ങൾ കേട്ടിട്ടാണ് ഹബീബായ നബി തങ്ങൾ ലോകത്ത് വളർന്നത്. എന്തിനാണ് പരിഹസിക്കുന്നവരോട് മറുപടി പറയുന്നത്? അവരോട് പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയാന്നല്ലാതെ വേറെന്താ ഉള്ളത്? കാട്ടില് പുലിയും കഴുതയും തമ്മിൽ തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്. അപ്പൊ കഴുത പറഞ്ഞു ഇതിന് നിറം ചുവപ്പ്. തർക്കമായി, രണ്ടുപേരും തമ്മിൽ അടിയായി. രാജാവിന്റെ മുമ്പിൽ കേസെത്തി. അപ്പൊ ചോദിച്ചു, രാജാവ് ചോദിച്ചു എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ല ഇതിന് നിറം ചുവപ്പാണ്. രാജാവ് വിധി കൽപ്പിച്ചു, ഈ പുല്ലിന് നിറം പച്ചയാന്ന് പറഞ്ഞ് കഴുതയോട് തർക്കിച്ച പുലിക്ക് 100 അടി കൊടുക്കാൻ കൽപ്പനയിട്ടു രാജാവ്. പാവം പുലി ചോദിച്ച്, രാജാവേ ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം അങ്ങേക്കും അറിയാം, എന്നിട്ട് സത്യം പറഞ്ഞ് എനിക്ക് തന്നെ ചാട്ടവാറടിയായല്ലോ. അപ്പോ സിംഹം പറഞ്ഞ ഒരു മറുപടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ, ഇത് ലൈവായി കേൾക്കുന്ന മുഴുവൻ ആളുകളോടും. സിംഹം പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, എന്നിട്ടും ഇത് ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരമില്ലാത്ത കഴുതയോട് തർക്കിക്കാൻ നീ എന്തിനാണ് സമയം കളഞ്ഞത്? ഈ കഴുതയ്ക്ക് വിവരമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇത് പച്ചയാന്ന് സ്പഷ്ടമായിട്ട് അറിയാമായിട്ടും വിവരമില്ലാത്ത കഴുതയോട് തർക്കിച്ചിട്ട് വിലപ്പെട്ട സമയം കളഞ്ഞതിനാണ് നിനക്ക് 100 അടി തരുന്നത് എന്ന് രാജാവ് പറഞ്ഞതുപോലെ ഈ അപഹസിക്കുന്ന കഴുതകൾക്ക് മുഴുവനും അറിയാം ഇത് പച്ചയാണെന്ന്, എന്നിട്ടും അത് അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഇത് ചുവപ്പാന്ന് പറയുന്നതെന്ന് ആ കഴുതകളോടും ആ വിവരദോഷികളോടും സംസാരിച്ചാൽ നിന്റെ വിലപ്പെട്ട സമയം കളയുമെന്നല്ലാതെ ആ വിലപ്പെട്ട സമയം കൊണ്ട് നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്റെ മക്കൾ എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് കരയുന്ന ദിവസത്തിനു മുമ്പ് എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. എന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ദൂരം എനിക്കേറെയാണ്. വടിയിൽ നിന്ന് കുരക്കുന്നവരോട് മറുപടി പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ലാത്തത് കൊണ്ട് എന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ആ ലക്ഷ്യമേടാ ഇത്തിബാഅൻ ലിസുന്നത്തിൻ നബിയ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപഹസിക്കുന്നവരോട് മറുപടിയില്ല, പരിഹസിക്കുന്നവരോട് പരിഭവമില്ല, ആരോടും മനസ്സിന് ദേഷ്യവുമില്ല. കാരണം ഈ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റിട്ടാണല്ലോ എന്റെ മുത്തുറസൂൽ ലോകത്ത് ജീവിച്ചത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഓരാ സലാത്ത് തുടങ്ങട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി അങ്ങേറ്റ പരിഹാസങ്ങൾ ആരാണ് ഏറ്റത്? അങ്ങയുടെ നിയോഗത്തിന് പുറകെ എല്ലാ പരിഹാസങ്ങളെ കൂരമ്പുകളേക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ പാതിരാ സമയത്ത് തന്റെ തലയെടുക്കാമെന്ന എതിരാളികളെ വെട്ടിച്ച് മണൽത്തകൾ അവരുടെ കണ്ണിലേക്ക് വാരിയെറിഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതരെ യാത്രയായി. പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ കാത്തു നിന്നവർ എളുപ്പരായി നിൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാനില്ല. എളുപ്പരയോടെ നിരാശയോടെ അബൂജഹൽ പ്രഖ്യാപിച്ചു അത്രേ. പാതിരാ സമയത്ത് കണ്ണിലെണ്ണയൊടിച്ച് കാത്തു നിന്ന് നമ്മുടെ കണ്ണു വെട്ടിച്ചിട്ട് രക്ഷപ്പെട്ടുപോയ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ആരെങ്കിലും വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ ഞാൻ അവന്റെ കയ്യിൽ അണിയിപ്പിച്ചു തരാ. ഈ മോഹനമായ വാഗ്ദാനം കേട്ടപ്പോ അവിടെ നിന്ന് ചാടിയെടുന്നേറ്റ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു എതിരാള് കുതിരപ്പുറത്ത് പാഞ്ഞു കയറി അബൂജഹലിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ മോഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പുറകെ പാഞ്ഞു സുറാഖത്ത് ബിൻ മാലിക്. കുതിര പാഞ്ഞു മാഞ്ഞു പോകുമ്പോ അങ്ങനെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മറുഭാഗത്ത് ഒരു വടിയടയാളം പോലെ ഒട്ടകപ്പുറത്ത് നടന്നു പോകുന്നു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹബീബായ നബി തങ്ങളുടെ തൊട്ടുപുറകിലെത്തി. ചരിത്രം പ്രതിശാലമാണ്. അബൂജഹലിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ച് സുറാഖത്ത് ബിൻ മാലിക് വാളെടുത്തേട്ട് വെട്ടേണ്ട താമസം സുറാഖയുടെ കുതിരയുടെ കാലുകൾ മടങ്ങി സുറാഖ മൂക്കുകുത്തി മണ്ണിലേക്ക് വീണു. ശബ്ദം കേട്ട ഹബീബായ നബി തങ്ങൾ തിരിഞ്ഞു നോക്കൂ. സുറാഖത്ത് ബിൻ മാലിക് മണ്ണിൽ മലർന്നു കിടക്കുകയാ. ഒന്നും മിന്നാടെ ഒട്ടകപ്പുറത്ത് യാത്രയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയചകിതനായി. എന്നിട്ട് സുറാഖത്ത് ബിൻ മാലിക് തന്റെ കുതിരയെ എഴുന്നേൽപ്പിച്ച് ആ കുതിരപ്പുറത്ത് ഊരിയ വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ പാഞ്ഞു. രണ്ടാമതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുറാഖ പുറകെ വരുന്നു നബിയേ. ഭയചകിതനായി ലോകത്തിന്റെ വെളിച്ചത്തിന് നിഗ്രഹം നടത്താൻ സുറാഖയുടെ വാൾത്തലപ്പിന്റെ തിളക്കം കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയചകിതനായി പറഞ്ഞപ്പോ മുത്ത് റസൂൽ സമാശ്വസിപ്പിച്ചു, ഭയക്കണ്ട അബൂബക്കറേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവല്ലേ കൂടെയുള്ളത്. രണ്ടാമതും വാള് കൊണ്ടുവന്ന് പുറകിലാഞ്ഞു വെട്ടി. വെട്ടേണ്ട താമസം കുതിര മുന്നോട്ടാഞ്ഞു. സുറാഖ രണ്ടാമതും മണൽപ്പരപ്പിലേക്ക് മലർന്നു വീണു. സഹോദരാ, ചെറുപ്പക്കാരാ, മൂന്നാമതും എഴുന്നേറ്റ് സുറാഖ ഹബീബായ നബി തങ്ങളെ വെട്ടിക്കൊല്ലാണ്. ആ വടവാൾ ഉടവാൾ എടുത്തിട്ട് ഹബീബായ മുത്തിന്റെ കരുത്ത് ലക്ഷ്യമാക്കി വെട്ടേണ്ട താമസം മൂന്നാമത് സുറാഖയുടെ കുതിര കാലുമടങ്ങി ഭൂമിയിലേക്ക് മലർന്നു വീണു. ശബ്ദം കേട്ട് മുത്തുറസൂൽ മന്ദസ്മിതം പൂകി. താഴെ മണൽപ്പരപ്പിൽ ഫിലിപ്പനായി കിടക്കുന്ന സുറാഖയെ നോക്കി ഹബീബായ നബി തങ്ങൾ ലോക ചരിത്രത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു അത്രേ. ഒരു മുത്തുറസൂലിനല്ലാതെ പറയാൻ കഴിയില്ല. അബൂജഹലിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവ മോഹിച്ച് തങ്ങൾ കൊല്ലാമെന്ന സുറാഖയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സുറാഖ, എന്റെ പ്രിയപ്പെട്ട സുറാഖ, അബൂജഹലിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ചിട്ടാണ് എന്നെ കൊല്ലാൻ പുറകെ വന്നതെങ്കിൽ സുറാഖ, നിന്നോട് ഞാനൊരു വർത്തമാനം പറയട്ടെ. കൈഫ ബിക ഇദാ ലബിസ്ത സിവാറേ കിസ്റാ, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറേ കിസ്റാ. കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള, കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള കേൾക്കണം നിങ്ങൾ. വീരത്വത്തിന്റെ വക്താക്കളാകാനല്ല, എതിരാളികളുടെ മുമ്പിൽ മുട്ടുമടക്കാനല്ല. കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം മതി. കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയത്വം വേണ്ട മുമ്പില്. കനാൽ കയ്യിൽ തട്ടുന്ന സൗഹൃദമാണ് നല്ലത്. കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയത്വമല്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സുറാഖ, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറേ കിസ്റാ. കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള ഒരിക്കലും നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും സുറാഖ. ഇത് കേട്ട സുറാഖ പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ട സുറാഖ ഊറിച്ചിരിച്ചു. മണ്ണിൽ മലന്ന് കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, മക്കക്കാര് നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞപ്പോ ഇതേവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇന്നലെ കുറപ്പായി നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിഹാസമേക്കാത്ത പ്രവാചകനല്ല, അപഹാസങ്ങളേറ്റ പ്രവാചകനാണ്. ആ മുത്താണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി. ഓ മുഹമ്മദേ, പാതിരാ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് ഗതികെട്ടി പോകുന്നവര് സ്വന്തമായിട്ട് കിടക്കാനൊരു തടപ്പായില്ലാത്ത നീയാണോ അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ മേധാവിയായ കിസ്റയുടെ തങ്കവള എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്? മുത്തുറസൂൽ, ഇതൊക്കെ പഠിക്കണ്ട മുഅ്മിനേ, ഇതൊക്കെ പഠിക്കണ്ട മുഅ്മിനേ. ഇത് ആരുടെ ചരിത്രമാണ്? സ്വന്തം നാട്ടിൽ നിന്ന് നാട് വിട്ട് രാത്രിയിൽ ഓടുന്ന സമയത്ത് തന്നെ കൊല്ലാൻ വന്നവനോടൊരു വാഗ്ദാനം. ഇതാരുടെ വാഗ്ദാനമാ? ഇതാരുടെ വാഗ്ദാനമാണ്? ഇതാരുടെ വാഗ്ദാനമാണ്? പറമനുഷ്യന്മാരെ ഒന്ന് സഹകരിക്കുക. ഇതാരുടെ വാഗ്ദാനമാണ്? ആരുടെ? നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ നബിദിന സമ്മേളനത്തിന് വരുന്ന ആളുകൾ, ചില ആളുകളൊക്കെ വായിക്കാനായിട്ട് നമ്മൾ അന്തം വിട്ടുപോകും. ഞങ്ങളുടെ നാട്ടിൽ നബിദിന സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാവ് വന്നു, പേര് പറയില്ല, മുമ്പുലാന്റെ മുരീദന്മാരായാലും പ്രശ്നമാകും.
അദ്ദേഹം വായിക്കുകയാണ്, നമ്മുടെ മുഹമ്മദ് നബീസായുടെ 1478 ജന്മദിനം. മുഹമ്മദ് നബി ബ്രാക്കറ്റിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സാബുള്ളി അങ്ങ് കൂട്ടി വായിച്ചു. അതോടെ തീർന്നു നമ്മുടെ ചിന്തകളൊക്കെ. ഇതാരുടേതാണ്? നിങ്ങളാരെയാണ് ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാരെയാ? ട്രംപ് അമേരിക്കയുടെ സിംഹാസനത്തിൽ വന്നാൽ എല്ലാം തകർന്നെന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്നതാരെ? ഞങ്ങൾ ഭയപ്പെടുകയില്ല. ലാ യഖാഫു ഇല്ലല്ലാഹ്, ഞങ്ങൾ അല്ലാഹനെ അല്ലാതെ ഭയപ്പെടുകയില്ല. കുടലൂത്തുകാരെ നിങ്ങൾ കുടലൂതണ്ട, എടുത്തുകാരെ നിങ്ങൾ വായ്ത്താരി നിരത്തണ്ട. നാളെ വരാനിരിക്കുന്ന സിറിയയുടെ കഥ പറഞ്ഞ്, ഫലസ്തീനിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഓടിപ്പോകുന്ന മദീനയിലേക്ക് ഓടിപ്പോകുന്ന രാത്രിയിൽ ഹബീബായ മുത്തു ചോദിച്ചു, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിബാറേ കിസ്റാ, കിസ്റയുടെ തങ്കവള നിന്റെ കയ്യിൽ അണിയിച്ചാൽ എങ്ങനെ ഇരിക്കും സുറാഖ? ഇന്നത്തെ അമേരിക്കയാണെന്ന് അന്ന് കിസ്റ. ഇന്നത്തെ അമേരിക്ക എന്ന് പറഞ്ഞ അമേരിക്ക തീരാറായി. അമേരിക്ക ഒന്നുമല്ല, അത് PVC പൈപ്പാണ്. വെളിയിൽ നല്ല രൂപവും അകത്ത് ശൂന്യവുമാണ്. അമേരിക്ക തകരാൻ പോകുന്ന ഒരു ആപത്ഘട്ടത്തിലാണ്. ഇന്നത്തെ സാമ്രാജ്യത്വം എന്തോ അതാണ് അന്നത്തെ കിസ്റ. കിസ്റയുടെ കയ്യിലെ തങ്കവള എന്ന് പറഞ്ഞാൽ രാക്കഥകളിൽ, സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും രാത്രിയിലെ പാതിമയങ്ങിയ സ്വപ്നങ്ങളിലും മാത്രം കണ്ട കിസ്റ രാജാവിന്റെ കയ്യിലെ തങ്കവള നിന്റെ കയ്യിൽ കിട്ടൂന്ന് പറഞ്ഞപ്പോ സുറാഖ താഴെ കിടന്നിട്ട് നൂറി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഭ്രാന്താന്ന് മക്കക്കാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി നിനക്ക് ഭ്രാന്താണ്. ഇന്നക്കല മജ്നൂൻ. നടക്കൂ കുട്ടികളെ, കിസ്റയുടെ വള. ഇനി നിങ്ങൾ കേൾക്കും, സമയം വളരെ കുറവ്, ഇനി വഫാത്ത് പറയണം. നമ്മളൊരു കാര്യത്തെ സമകാലീന ലോകവുമായി ബന്ധിപ്പിക്കണം. എന്നാലേ പ്രസംഗമാവും. നമ്മൾ കേട്ടിട്ട് റബീഉൽ എന്നും ഒന്നല്ലേ പറയാൻ പറ്റൂ. പക്ഷെ ഇന്ന് നടക്കുന്നതിനെ ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ബന്ധങ്ങൾ പറയാൻ പറ്റാത്താണ് വിഷയം. നമ്മൾ കാലികമായി ബന്ധപ്പെടണം. അവിടെയാണ് ജെംസ് സ്കൂളൊക്കെ വിജയിക്കുന്നത്. അള്ളാഹു അതിനെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ പറയും. ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ ഉദവി? അല്ലേ? അങ്ങനെയല്ല ഒരു കൾച്ചർ. നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിച്ചില്ല, എന്നാൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണം. അതോടൊപ്പം ഒരു ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവണം. സ്കൂളും ഖുർആനും ഒക്കെ ഒന്നുപോലെയാണ്. അങ്ങനെയല്ലേ? നിങ്ങളെന്താ നമ്മുടെ കുട്ടികളെ, ഞാൻ ഒരൊറ്റ കാര്യന്റെ ഇടയിൽ, നമ്മുടെ കുട്ടികളെ 1-2 എണ്ണം പഠിപ്പിച്ചതാരാ? ഇപ്പൊ ജെംസ് സ്കൂളിന് കൊടുത്ത ആഖിറത്തിൽ പ്രതിഫലം കിട്ടൂല എന്ന് കരുതണ്ട. ആരാ പഠിപ്പിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ എണ്ണാൻ പഠിപ്പിച്ചതാരാ? സ്കൂളിലല്ലേ? ഹോട്ടൽ ഇമ്പസ്. വളരെ മനോഹരമായ സ്റ്റേജ്. അൽഹംദുലില്ലാ. ഇന്നലെ യൂട്യൂബിൽ കണ്ട മുഴുവൻ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഉസ്താദെ ആ സ്റ്റേജ് ആരുണ്ടാക്കിയെന്നൊന്ന് പറയണു. വളരെ മനോഹരമായ സ്റ്റേജ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മനോഹരമാണ് സ്റ്റേജ്. അതിന്റെ അടിയിൽ ഒരുത്തർ കഴിഞ്ഞു, വാക്കവിയുടെ പ്രസംഗത്തിൽ ഇത്രയും ആർഭാടം വേണോ? അവനാന്റെ ഷെയ്ഖുനാക്കാവാം, മറ്റുള്ളവർക്കാവൂല. ഒരുമാതിരി ആവണക്കണ്ണയുടെ കുഴപ്പമാണ്. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? നമ്മളെ NL സംഖ്യ പഠിപ്പിച്ചതാരാ? സ്കൂളിലാണ്, അല്ലേ? തങ്ങൾ പോണോ? നമ്മളെ NL സംഖ്യ പഠിപ്പിച്ചതാരാണ്? സ്കൂളിലാണോ? എന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോയി. 1 2 എണ്ണാൻ പഠിപ്പിച്ചതാരാ? അത് LKGയിലെ പ്രാഥമിക അധ്യാപനത്തിലല്ല. നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത് സ്കൂളിന്റെ വരാന്തയിലല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിച്ചു തന്നത്. ജെംസ് സ്കൂളിന്റെ ആവിഷ്കാരത്തിന്റെ മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എണ്ണാൻ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാ. ഫദുഇലാ തആമിനു വാഹിദ് ഫഅർസൽനാ ഇലൈഹി മുസ്നീൻ സയഖൂലൂന
ثلاثة فخذ أربعة من الطير سيكونون خمسة الله الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا في كتاب الله. ഇപ്പൊ ഞാൻ ഓതിയത് 12 ആയത്താണ്. എത്ര ആയത്ത്? 1 മുതൽ എണ്ണാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. അപ്പൊ നമ്മുടെ മക്കളെ ജംസ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണോ? ഖുർആൻ പഠിപ്പിച്ച അധ്യാപനമാണിത്. 1 മുതൽ 12 വരെ. ഫദുഇലാ തആമിൻ വാഹിദ്. എത്രയാ? വാഹിദ്. വാഹിദ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു ഉംറ വിസക്കാരനെങ്കിലും ഉണ്ടോ തൃക്കരിപ്പൂര്? ഇന്ന് ശേഖരിക്കാൻ വാഹിദ്. 1 സൂറത്തുൽ ബഖറ. ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. സൂറത്ത് യാസീൻ 2. സയഖൂലൂന സലാസ. ഫഖുദ് അർബഅത മിന ത്വയ്ർ. 4. സയഖൂലൂന ഖംസത്തുൻ. 5. الذي خلق السماوات والأرض وما بينهما في 6 أيام. 6. 6. الذي خلق 7 سماوات طباقا. 7. 8 أزواج. 8. 8. وكان بالمدينة 9 رهط. 9. 9. تلك 10 كاملة. 10. 10. إني رأيت 11 كوكبا. 11. 11. إن عدة الشهور عند الله 12. 12. ആരാ എണ്ണം പഠിപ്പിച്ചത്? അപ്പൊ ആദ്യം നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പ്രാപ്തമായ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് വിടണം. ഖുർആനിൽ ഒത്തിരി ഉണ്ട്, അത് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഡിസംബർ 18-ാം തീയതി കൗവായിൽ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ കാലത്തിന് സമൂഹത്തിന് എന്നൊരു ഖുർആൻ പ്രഭാഷണം അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഇവിടെ പറഞ്ഞ വിഷയം മാറിപ്പോയി. കൗവായിൽ ഒരു ഖുർആൻ സെമിനാർ നടക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കും. ഇതെന്താ? ഇതെന്തോ ഇത്? തൊണ്ടയ്ക്ക് ഇത് ഗുളികയാണോ? ഇല്ല പറയാം. ഇത് ഗുളികയാണോ? പേടിയാണ് ഇതൊക്കെ തന്ന. ഇപ്പൊ എല്ലാം ഗുളിക രൂപത്തിലാണ്. ഈ അടുത്തെങ്ങാണ്ട പത്രത്തിൽ ഇവിടെ അടുത്തവിടുന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. ഇവിടെ അടുത്താണോ? അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠിപ്പിക്കാനാണ് മുത്തുനബി വന്നത്. ഈ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത അസിവാറേ കിസ്റാ. കിസ്റാ രാജാവിന്റെ തങ്കവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും സുറാഖ. ആ മരുപ്പറമ്പിൽ നിന്ന് സുറാഖ പൊട്ടിച്ചിരിച്ച് പ്രാന്താന്ന് വിളിച്ചു പരിഹസിച്ചിട്ട് തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി. സഹോദരങ്ങളെ, 63-ാമത്തെ വയസ്സം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ലോകത്ത് നിന്ന്. സുറാഖയുടെ കയ്യിൽ കിസ്റാ രാജാവിന്റെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സുറാഖ മുസ്ലിമായിട്ടില്ല. ആ വാഗ്ദാനം നെയ്ത മുത്തു റസൂൽ വിട പറഞ്ഞു. ഇനി ആ സംഭവത്തിന്റെ ഏകസാക്ഷി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. പക്ഷേ അപ്പോൾ സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ രാജവള അണിയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിന്റെ 1-ാം നമ്പർ സാമ്രാജ്യത്വ ശക്തിയാ. വാഗ്ദാനം ചെയ്ത മുത്ത് റസൂൽ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖയുടെ കയ്യിൽ തങ്കവള അണിയിക്കപ്പെട്ടോ? കേട്ടോ? ഇല്ല. ഏകസാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അപ്പോഴും സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിലെ പ്രബലമായ 1-ാം ശക്തിയാണ്.
മഹാനായ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. വാഗ്ദാനം ചെയ്ത ആളും വഫാത്തായി. ഏകസാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു. ആ കാലത്താണ് സുറാഖ മുസ്ലിമായത്. ഒരാളിരിക്കുന്ന മുത്ത് റസൂലിന്റെ റിസാലത്തിന്റെ നാവ് പറഞ്ഞ ദൗത്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ പൂർത്തീകരിക്കാൻ സുറാഖയുടെ മനസ്സ് മാറി. സുറാഖത്ത് ബിൻ മാലിക് മുസ്ലിമായി. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി. ആ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രാ ലോകത്തോട് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യത്തെ ഒരുക്കുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30,000-ഓളം വരുന്ന മുസ്ലിം സമൂഹം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വെച്ച് ഇസ്രാ പട്ടാളത്തോട് ഏറ്റുമുട്ടുകയാ. ഹബീബായ നബി തങ്ങളുടെ സഹാബത്ത് നോക്കുമ്പോ അതേവരെ ഒട്ടകമാണ് മരുപ്പറമ്പിലെ ഭൂമിയിലെ ഏറ്റവും വലിയ വാഹനമെന്ന് കരുതുക. സഹാബത്തിന്റെ മുമ്പിലേക്ക് ആനപ്പട്ടാളം വന്നു. ആന മസ്തകം കുലുക്കിക്കൊണ്ടുവന്നപ്പോ സഹാബത്ത് പേടിച്ചിരണ്ടു പോയി. 100 കണക്കിന് സഹാബത്ത് ആനയുടെ മസ്തകത്തിന്റെ കുലുക്കമേറ്റ് ആനയുടെ വലിയ കാലിന്റെ അടിയിൽപ്പെട്ട് സഹാബത്ത് ഞെരിഞ്ഞമെന്ന് വഫാത്തായി. സഹാബത്ത് ആനയെ കണ്ട് പേടിച്ചു പോകുമ്പോ ആ യുദ്ധത്തിലാണ് ആദ്യമായി ആന ഉപയോഗിക്കുന്നത്. സഹാബത്തിന്റെ സൈന്യവ്യൂഹം ചിതറിത്തെറിച്ചപ്പോ ചരിത്രത്തിന്റെ അനിവാര്യമായ ഉപോൽപ്പന്നം പോലെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ഓതി കേൾപ്പിച്ചു വന്ന സഹാബ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. ആകാശ ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗമുള്ളപ്പോ എവിടെ കൂടുന്ന സഹാബ? ഖുർആന്റെ ആയത്ത് കേട്ട് സഹാബത്ത് തിരിഞ്ഞു നിന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോ ഇസ്രാ പട്ടാളത്തിന്റെ 3 ലക്ഷം പടയാളികള് സഹാബത്ത് 30,000 വരുന്ന സഹാബത്ത് അടിച്ചമർത്തി. പരാജയം മുമ്പിൽ കണ്ടപ്പോ ഇസ്രാക്കാര് യൂഫ്രട്ടീസ് നദിയുടെ മുമ്പിലൂടെ വലിച്ചു കെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി. എന്നിട്ട് വരെ മറുഭാഗത്ത് ചെന്നിട്ട് യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ വലിച്ചു കെട്ട പാലം തകർത്തു വെള്ളത്തിലിട്ടു. സഹാബത്ത് നോക്കുമ്പോ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത്. സഹാബത്ത് നോക്കുമ്പോ യുദ്ധം ജയിച്ചിട്ട് യൂഫ്രട്ടീസ് നദിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാൻ പാലമില്ലാതെ യൂഫ്രട്ടീസിന്റെ തിര ഇങ്ങനെ ചലിക്കുകയാ. ആ യൂഫ്രട്ടീസിന്റെ മറുഭാഗങ്ങളിലോ സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും പാതിരാവിന്റെ നിശബ്ദമായ സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ഇസ്രാ രാജാവിന്റെ കൊട്ടാരം ഇങ്ങനെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ കൊട്ടാരത്തിലേക്ക് കയറി വിശ്വമാനവീക സംസ്കാരത്തിന്റെ തക്ബീറിന്റെ നാദം മുഴക്കാൻ സഹാബത്ത് വെമ്പൽ കൊള്ളുമ്പോ അവരുടെ 2 പേരുടെയും ഇടയിൽ യൂഫ്രട്ടീസ് ഇങ്ങനെ കൂലം കുത്തിയൊടുകയാ. മറുകര കടക്കാൻ പാലമില്ല. മുസ്ലിമേരിന്റെ ചരിത്രം അറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കൂലം കുത്തിയൊടുക്കുന്ന യൂഫ്രട്ടീസിന്റെ മുമ്പിൽ പോയി വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സഹാബത്ത് നിസ്കരിച്ചു. ആകാശത്തേക്ക് കൈയെത്തി പറഞ്ഞു, അല്ലാഹ് എന്റെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങള് പൊരുതി നേടിയ വിജയമാണിത്. യൂഫ്രട്ടീസിന്റെ മറുഭാഗത്ത് എന്റെ ഹബീബായ മുത്തിനു നീ വാഗ്ദാനം ചെയ്ത കിസ്രയുടെ കൊട്ടാരമാണ്. യൂഫ്രട്ടീസിനെ ചലിപ്പിക്കുന്നത് നീ, യൂഫ്രട്ടീസിനെ നിലനിർത്തുന്നത് നീ. ഇതിന്റെ ഓളങ്ങൾ നിന്റെ കയ്യിലാണ് റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് ചരിത്രത്തിന്റെ നായകൻ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ചാടിക്കയറി. ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലുകൾ തടം തള്ളിയാ തൊടുക്കുന്ന യൂഫ്രട്ടീസിന്റെ ഉപരിതലത്തിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാല് തൊട്ടപ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, കുതിരയുടെ കാല് തൊടേണ്ട താമസം അതേവരെ തടം തള്ളിയാ തൊടുക യൂഫ്രട്ടീസ് നിശ്ചലമായി. അത് ഐസ് കെട്ട പോലെ തണുത്തുറഞ്ഞു പോയി. തടം തള്ളിയാ തൊടുക യൂഫ്രട്ടീസ് സഅദ് എന്ന് പറയുന്ന ഇസ്ലാമിക പോരാളിയുടെ കുതിരയുടെ കുളമ്പടിയുടെ സ്പർശനമേറ്റപ്പോ മഞ്ഞ് കെട്ട പോലെ ഐസ് കെട്ട പോലെ ഉറച്ചതായി.
സഅദ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് സഹാബത്ത് അത്ഭുതത്തോടെ നോക്കുമ്പോ സഅദിന്റെ കുതിരയുടെ അല്പം പോലും യൂഫ്രട്ടീസിൽ താണില്ല. ചരിത്രമാണ്. ആ യൂഫ്രട്ടീസിന് മുകളിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഈ റോഡിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ കുതിര പോകുന്നത് പോലെ നദിയുടെ മുകളിലൂടെ കുതിര പായുകയാ. ഇത് കണ്ട സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് 30,000-ഓളം വരുന്ന കുതിരകൾ യൂഫ്രട്ടീസിന്റെ മാറത്തിറങ്ങി. ആ യൂഫ്രട്ടീസിന്റെ തിരമാലയുടെ മുകളിലൂടെ ഏത് യൂഫ്രട്ടീസ്? ഇറാഖിയുടെ മയ്യത്ത് കുമിഞ്ഞുകൂടിയ യൂഫ്രട്ടീസ്. ജോർജ് ബുഷ് തകർത്തെറിഞ്ഞ 10,000-കണക്കിന് ഇറാഖിലെ പാവപ്പെട്ടവന്റെ മയ്യത്തിനൊടുങ്ങി നടക്കുന്ന യൂഫ്രട്ടീസിന്റെ മുകളിൽ കുതിരയുടെ പട്ടാളം മാർച്ച് ചെയ്തു. 30,000-ഓളം വരുന്ന കുതിരപ്പട്ടാളം ആ നദിയുടെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോ മറുഭാഗത്ത് നിന്ന് കിസ്രക്കാരിത് വിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യരല്ല, ഇവര് മുഹമ്മദിന്റെ ജിന്നുകളാണ്. ഇത് ജിന്നുകളാണ്, ഇത് മനുഷ്യരല്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആ കുതിരപ്പട്ടാളം വന്നപ്പോ മറുകരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോലും ഇവര് തിരിച്ചു പോകും. പക്ഷേ 3 ലക്ഷം കല്ലെടുത്തെറിഞ്ഞാൽ മതി. അനിവാര്യമായ തകർച്ച പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് കൈകൊണ്ടുക? കിസ്റാ പട്ടാളം മുഴുവനും അവരുടെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മറുകര കടന്നിട്ട് കിസ്റാ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോ നൗശർവാൻ ചക്രവർത്തി മുതൽ ശീശേവാൻ ചക്രവർത്തി വരെ വരുന്ന മുഴുവൻ രാജാക്കന്മാരെ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ കട്ടാരങ്ങൾ, സ്വർണ്ണവളകൾ, സ്വർണ്ണ ചഷകങ്ങൾ ആ കിസ്റാ സാമ്രാജ്യത്തിന്റെ ഖജനാവിന്റെ മുമ്പിൽ പോയി നിന്നപ്പോ ഒരു മന്ദമാരുതൻ സഅദിന്റെ മുടിയടകളെ തടുകി തലോടി പോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. എത്ര തോട്ടങ്ങളാണ് ഇവർ ഉപേക്ഷിച്ചു പോയത്. സഅദ് റളിയല്ലാഹു തആല അൻഹു ആ കിസ്റയുടെ ഭണ്ഡാരം കുത്തി തുറക്കുമ്പോ അതിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി. മഹാനായ ബശീറത്തുൽ ഖസാസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഞങ്ങൾ അറേബ്യയിലെത്തണമെങ്കിൽ സമയമാകും. ഒരു വലിയ ഭണ്ഡാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇത് കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുക. ഇനിയാണ് ചരിത്രം വഴിമാറി നൽകുന്നത്. ഇവിടെയാണ് മുത്തു റസൂലിന്റെ നിയോഗം പൂർത്തിയാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. രോമകുഞ്ചിതങ്ങൾ രോമാഞ്ചം വരട്ടെ, നിന്റെ രോമകൂപങ്ങൾ വിജൃംഭിതമാകട്ടെ. ഇത് മുത്തു റസൂലിന്റെ വാഗ്ദാനമാണ്. ബശീറത്തുൽ ഖസാസി റളിയല്ലാഹു അൻഹു ഈ ഭാണ്ഡക്കെട്ടുമായി മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു വിവരമറിയാൻ കാത്തു നിൽക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കിസ്റയുടെ കൊട്ടാരത്തിന്റെ കിരീടം കൊടുത്തിട്ട് മഹാനവറുകളുടെ മുമ്പിൽ തുറക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ആ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തോർത്തതുപോലെ കൂടി നിന്ന സഹാബത്തിനോട് ചോദിച്ചു, അയിന സുറാഖ, അയിന സുറാഖ, എവിടെ സുറാഖ, എവിടെ സുറാഖത്ത് ബിൻ മാലിക് എവിടെ? സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. യാ അമീറുൽ മുഅ്മിനീൻ, എന്നെ വിളിച്ചോ അമീറുൽ മുഅ്മിനീൻ. വാചകം കൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പകുതി നഷ്ടപ്പെട്ടു പോയ സുറാഖത്ത് ബിൻ മാലിക്കിനോട് പറഞ്ഞു, ഇവിടേക്ക് വാ സുറാഖ. മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു സുറാഖയിൽ മദീനത്തേക്ക് ഹിജറ പോയപ്പോ അബൂജഹലിന്റെ തങ്കവള മോഹിച്ചു കൊല്ലാൻ പോയ സുറാഖ മെല്ലെ നടന്നു വന്നു. ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈനീട്ട് സുറാഖ. സുറാഖത്ത് ബിൻ മാലിക് കൈനീട്ടി കൊടുത്തു. ആ ഭാണ്ഡത്തിലെ ഉമർ റളിയല്ലാഹു തആല അൻഹു കൈയിറക്കി. എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോ അതിൽ 2 തങ്കവളകൾ കിടന്ന് പളവളാ മിന്നുകയാണ്. ആ ഭാണ്ഡത്തിന്റെ ഉള്ളിൽ കിസ്റാ ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന തങ്കവളകൾ മിന്നിത്തിളങ്ങുകയാണ്. സുറാഖ കൈനീട്ട് സുറാഖ. സുറാഖത്ത് ബിൻ മാലിക് എന്തെന്നറിയാതെ കൈനീട്ടിയപ്പോ കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടന്ന രാജചിഹ്നമായ തങ്കവള വൃദ്ധനായ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ചു മെല്ലെ ഇട്ട് കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചു, എന്താണ് ഉമറേ, ഇത് കിസ്റാ
രാവിന്റെ തങ്കവളയാണ് സുറാഖ. അവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചിന്റെ മുമ്പിനീങ്ങളെ സുറാഖ. ആ തങ്കവള തന്റെ കയ്യിൽ കിടന്നപ്പോ സുറാഖയുടെ മനസ്സിലൂടെ 1000 ഓർമ്മകൾ പോവുകയാ. മുത്ത് റസൂൽ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത്, അബൂജഹല് തങ്കവള വാഗ്ദാനം ചെയ്തത്, കിട്ടാനുള്ള മോഹത്തോടെ പുറകെ വാളുമായി പാഞ്ഞത്.